Hi, good morning. നമുക്കിന്ന് സ്നാക്ക് ആയിട്ടും അതുപോലെ ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി തയ്യാറാക്കാം. നൂഡിൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. നമ്മുടെ എഗ് നൂഡിൽസ് മസാല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. എങ്ങനെയാണ് നമ്മുടെ എഗ് നൂഡിൽസ് മസാല തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു മാഗി എടുത്തിട്ടുണ്ട്. മാഗി അല്ലെങ്കിൽ ഏത് നൂഡിൽസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ നൂഡിൽസ് എടുക്കുക. ഒരു മീഡിയം വലിപ്പമുള്ള സവോള എടുക്കുക കേട്ടോ. സവോള നമുക്ക് പകുതി മതി ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. പകുതി നമുക്ക് ഗാർണിഷ് ചെയ്യാനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ആ സവോള കൊത്തി എരിഞ്ഞിട്ടതും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സവോള മുഴുവനും എടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുട്ട കൊണ്ടൊരു മസാല റെഡിയാക്കാം. ഒപ്പം തന്നെ നമ്മുടെ നൂഡിൽസും വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിതാ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ആദ്യം മാഗി വേവിക്കാൻ വെക്കാം. ഞാൻ മാഗിയുടെ നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് നൂഡിൽസ് ആണ് എടുക്കുന്നത് ആ നൂഡിൽസിന്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് നൂഡിൽസ് കുക്ക് ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് മാഗിയുടെ ടേസ്റ്റ് മേക്കറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്തിട്ട് നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാം. അതേ സെയിം ടൈമിൽ തന്നെ ഞാനിവിടെ വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ നൂഡിൽസ് വേവിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഒരു 1-2 ടീസ്പൂൺ വെള്ളം ബാലൻസ് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൽ അത്രേ കാര്യങ്ങളുള്ളൂ. അതേ സമയത്ത് നമ്മൾ ഇപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ വലിയ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പകുതി സവോള ചേർത്ത് കൊടുക്കാം. ഈ സവോളയിലേക്ക് മുട്ടയ്ക്കും സവോളയ്ക്കും ആവശ്യമായ ഉപ്പ്, നൂഡിൽസിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഈ മുട്ട ഒന്ന് കുക്കാവാൻ ആവശ്യമായ എണ്ണ ഉണ്ടാവണം. അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. സവോള ആണെങ്കിലും വല്ലാതെ അങ്ങ് കുക്കായി പോകണ്ട കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. സവോള ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് അതേ സമയത്ത് തന്നെ ഞാനിവിടെ നൂഡിൽസ് കുക്ക് ചെയ്യാൻ ഇടുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു മസാല പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് രണ്ടും ചേർത്ത് ഒന്ന് വഴറ്റുക. ആ മസാലപ്പൊടിയുടെയും മുളക് പൊടിയുടെയും റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൊടികളൊക്കെ കുക്കായിട്ടുണ്ട്, നൂഡിൽസും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. വലിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. തീരെ ചെറിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്യരുത്. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് മുട്ടയൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് തീരെ ചെറിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാട്ടോ. ഞാനപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ചെറിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്യണ്ടെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മുട്ടയൊക്കെ കണ്ട് കഴിക്കുമ്പോഴല്ലേ നമുക്കതൊരു ഇഷ്ടം തോന്നുക, കഴിക്കുന്നതിനോടൊരു ടേസ്റ്റും തോന്നുക. അതുകൊണ്ടാണ് കുറച്ച് വലിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് റെഡിയാക്കി എടുക്കുക. പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ഒഴിവാക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് വല്ലപ്പോഴും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. പിന്നെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി നന്നായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നൂഡിൽസൊക്കെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത്രയും മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നുള്ളൂ. ഒരുപാട് ചെറുതായിട്ട് അങ്ങോട്ട് സ്ക്രാമ്പിൾ ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും മുട്ടയും ആവണം. അതുപോലെ നൂഡിൽസും നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. രണ്ടും നന്നായിട്ട് ഈക്വലി മിക്സ് ആയി കിട്ടണം. നിങ്ങൾക്ക് 2 മുട്ട മതിയെന്നുണ്ടെങ്കിൽ 2 മുട്ട യൂസ് ചെയ്യാം. 3 മുട്ട ചേർക്കുകയാണെങ്കിൽ ഒരു 3 പേർക്ക് സെർവ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ 3 മുട്ട എടുത്തത്. 2 പേർക്ക് ധാരാളമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഈ ഒരു നൂഡിൽസും അതുപോലെ 3 മുട്ടയും എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മസാല നൂഡിൽസിൻ്റെ പരിപാടി. അപ്പോൾ
എളുപ്പമായില്ലേ? ഇഷ്ടമായില്ലേ ഈ റെസിപ്പി? എങ്ങനെയുണ്ട്? ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കഴിക്കുമ്പോൾ ഈ ഒരു സവോളയും അതുപോലെ തന്നെ നൂഡിൽസും മുട്ടയും എല്ലാം ചേർത്തിട്ട് കഴിക്കുക. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ചൂടിൽ കഴിക്കുക കേട്ടോ. ചൂട് മാറിയിട്ട് കഴിക്കരുത്, നല്ല ചൂടോടെയും കഴിക്കരുത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുറച്ച് സമയം പോരെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.